അപ്പം നമുക്ക് വളരെ പെട്ടെന്നുള്ളൊരു കപ്പ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ബീഫാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിനകത്തേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് കറിയുള്ള ബീഫിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ആ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്, എല്ലോട് കൂടി ബീഫ്. അതിന് ഒരു 2 മീഡിയം സൈസ് സവോള, അത്രയും തന്നെ മതിയാവും. കപ്പ ബിരിയാണിക്ക് അധികം നമ്മുടെ സവോളയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ബീഫിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിൽ കിട്ടേണ്ടത്. അതുകൊണ്ട് ഒരു അത്രയും സവോള ഇട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ചെറുതാക്കി എരിഞ്ഞിട്ടിട്ട് വഴട്ടി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അപ്പോൾ ഒരു കുറച്ച് ഉപ്പിട്ട് വഴട്ടാനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ബീഫ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ രണ്ടാമത് ഉപ്പിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് റെഡിയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് നമുക്ക് ഫ്രൈ ആവേണ്ട, ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് എപ്പോഴും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം നാൾ നമുക്ക് വേണേൽ ഫ്രിഡ്ജ് വെച്ചാൽ കേടാകാതിരിക്കുകയും ചെയ്യും. അതൊന്നും പച്ച മണം ഒന്ന് മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും മല്ലിപ്പൊടി മുളക് പൊടി ഇടുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും മല്ലിപ്പൊടിയെ കഴിഞ്ഞും കുറച്ച് കൂടുതൽ ബീഫിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ മല്ലിയുടെ ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ നിറച്ചും കുമിച്ച് 2 ടേബിൾ സ്പൂണുള്ള അളവിൽ ആണ് നമ്മൾ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇതിന് പകരമായിട്ട്, അതായത് 1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും, നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഉള്ള എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അത് ആളുടെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ച് ചേർക്കുക. അത് ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവുള്ള ഗരം മസാലയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും മാത്രം മസാല മതി നമ്മുടെ ഈ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പ ബിരിയാണിക്കുള്ള മസാലയ്ക്ക്. ഇതിൻ്റെ ഒരു പച്ച മണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പച്ച മണം മാറി വന്നു കഴിയുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലോട് കൂടിയ ബീഫാണ് നമ്മളിവിടെ 1.5 കിലോ എടുത്തിരിക്കുന്നത്. അപ്പം ബിരിയാണിക്ക് എപ്പോഴും ഇത് എല്ലും കപ്പ എന്നൊക്കെയാണല്ലോ പറയുന്നത്. എല്ലും കപ്പയെന്നോ ചിലയിടത്ത് ഏഷ്യാടെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇത് കപ്പ ബിരിയാണി എന്നും പറയാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് നോക്കിയതിന് ശേഷം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ അളവുള്ള ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ബീഫിന് ആവശ്യത്തിന് ഉള്ള വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് വളരെ കുറച്ച്, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇത് എനിക്ക് 2 വിസിൽ പോയി, ഇതിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാം. അത് പിന്നെ നമുക്ക് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞ കപ്പയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും നല്ല വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ബീഫ് വെന്തത് അവിടെ ഇരുന്നോട്ടെ. ബീഫ് പിന്നെ നമുക്ക് ഈ കപ്പയും കൂടെ വേവിച്ചതിന് ശേഷം നിങ്ങളത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ അത്ര നേരം ചൂടിനകത്ത് അവിടെ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇത് നമ്മൾ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പ് ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളത്തിൽ കൂടുതൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പം അത് കഴിയുമ്പോൾ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഊറ്റി കഴിയുമ്പോൾ ടേസ്റ്റ് എടുത്തിട്ട് നമ്മൾ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത കപ്പ നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റി നമുക്ക് എടുക്കാം. അപ്പം വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കപ്പ. ആ ഒരു സമയത്തേക്ക് ഞാൻ ബീഫ് തുറന്ന് കാണിച്ചത്, അത് കണ്ടാൽ അറിയാം. നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തതാണ്. നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. അത്യാവശ്യം ചാറും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കപ്പ ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എല്ലും കപ്പയും സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി അത് ഇളക്കാൻ വലിപ്പത്തിനുള്ള പാത്രം, നിങ്ങളുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് വെന്ത കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
ഞാനിപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കഷ്ണം കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഉടച്ചെടുക്കൽ നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ആ ബീഫും അതിൻ്റെ ആ നെയ്യും അതിൻ്റെ ആ ചാറും എല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കപ്പ ഇളക്കിയതിന് ശേഷം മാത്രമേ ബീഫ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കപ്പയൊന്നും കറക്റ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കണം, എന്നാലേ ഉള്ളൂ നമ്മളത് കുറച്ച് ചൂടാറി കഴിയുമ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേക ഒരു വറവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മളൊരു പാനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അപ്പം അതിനൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ ടോട്ടൽ ഇതിനകത്തൊരു 6-7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇട്ടുകൊണ്ട് ഒരു ചെറിയ സവോള ചെറുതായി കട്ട് ചെയ്തതാണ്. ഉള്ളിയല്ല, സവോള തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വറുത്തിടുമ്പോൾ ഒരുപാട് ഫ്രൈ ആകുന്ന രീതി ഫ്രൈ ആകേണ്ട ആവശ്യവുമില്ല ഇതിന്. അപ്പോൾ ജസ്റ്റ് നന്നായി വാടി വരുമ്പോൾ അതിനകത്തേക്ക് 3-4 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സവോള ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറാവണ്ട, എന്നാൽ നല്ലപോലെ സോഫ്റ്റായി അത്യാവശ്യം ഒരു കളർ മാറി വരുന്ന ഒരു സമയം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. ആ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്, ഇപ്പം ഞാനൊരു 1.5 കിലോ ബീഫും നമ്മളിപ്പോൾ ഒരു 2.5 കിലോയ്ക്ക് മേലെ ഒരു 3 കിലോ അടുത്ത് കപ്പയും ഉണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടി 1 ടീസ്പൂൺ നിറയെ ഗരം മസാലയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഏലക്കയുടെ പൊടിയും കൂടെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കപ്പ ബിരിയാണിക്കകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഈ സവോളയും നമ്മുടെ ഗരം മസാലയും എല്ലാം കൂടെ വറുത്തിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആ കപ്പ ബിരിയാണി നല്ല അടിപൊളി മണം വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മളിത് കോരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അച്ചാർ മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. അല്ല കുറച്ച് സവോള കട്ട് ചെയ്തിരുന്നും കഴിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി കപ്പ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.